ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ചെയ്തില്ലേ, പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് അതുപോലെ ഒരു തോരനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ചേന ഒരു ചെറിയ കഷ്ണം, ക്യാരറ്റ് 1, വാഴക്ക 1, ഉരുളക്കിഴങ്ങ് 1, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്, തേങ്ങ 1/2 മുറി, വെളുത്തുള്ളി 2 അല്ലി, ജീരകം 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഞാൻ ആദ്യം ഈ ചട്ടിയിലേക്ക് ചേനയും ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം, പിന്നീട് ബാക്കി പച്ചക്കറികളൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുകയാണ്. ഇനി ഇത് വേകാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി കേട്ടോ. തീ കുറച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചേനയും ക്യാരറ്റും ഇട്ടതൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കായും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടി. അതുപോലെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ ഇതിലേക്ക്. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ, അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ തേങ്ങയിൽ 1/4 ടീസ്പൂൺ ജീരകവും 2 വെളുത്തുള്ളി അല്ലികളും ചേർത്താണ് അരച്ചിരിക്കുന്നത്. ഒരുവിധം ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒട്ടും വെള്ളം ഇല്ലാതിരിക്കരുതല്ലോ. വെള്ളം ഒഴിക്കാതെ അരച്ചു കഴിഞ്ഞാൽ തോരനകത്തേക്ക് അത് ഇടുമ്പോഴേക്കും തോരൻ വല്ലാതെ ഡ്രൈ ആയി പോകും. പച്ചക്കറികളൊക്കെ ഒന്നേലൊന്നേ തൊടാത്ത പോലെ കിടക്കും. ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചൊഴിച്ച് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. അത് മാത്രമല്ല, ആ ഉപ്പൊക്കെ പച്ചക്കറികളിലൊന്ന് പിടിക്കണ്ടേ, അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നീ കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. തേങ്ങ ചേർത്തതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായത് ഞാനതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തോരനിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ. നല്ലൊരു തോരനാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തണേ. അപ്പോഴേ നിങ്ങൾക്കത് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ.